ഹായ്, ഞാൻ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കണ്ട് ഒരുപാട് ഇഷ്ടമായ ഒരു വ്യക്തിയെ എങ്ങനെ പ്രണയിക്കാം, അവരുമുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിലൊന്നാമതായി നമ്മൾ എപ്പോഴും പ്രണയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ആരോടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രണയം സ്നേഹമൊക്കെ തോന്നിയിട്ടുള്ളത് അവരുടെ മുന്നിൽ എപ്പോഴും നിങ്ങൾക്കൊരു ഗുഡ് ഇമേജ് ആയിരിക്കണം. ഒരു പ്രണയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ രണ്ട് വ്യക്തികളുടെ ക്യാരക്ടർ തന്നെയായിരിക്കും അല്ലേ. ക്യാരക്ടർ ഓക്കെ ആണെങ്കിൽ പിന്നീട് എന്താണ്, പ്രണയം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരോടാണ് ഈ പറയുന്ന പ്രണയം തോന്നിയിട്ടുള്ളതെങ്കിൽ അവരുടെ മുന്നിൽ എപ്പോഴും നിങ്ങൾക്കൊരു ഗുഡ് ഇമേജ് ആയിരിക്കണം. നിങ്ങളുടെ ഇമേജിനെ തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാനും പാടില്ല. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ആളുടെ മനസ്സിൽ ഇടം നേടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അവരുടെ മുന്നിൽ ഒരു ഗുഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമതായി പറയുന്നതാണ് പരിചയം ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രണയം തോന്നിയിട്ടുള്ള ഒരു വ്യക്തി, അവരുമായിട്ട് നിങ്ങൾക്ക് നേരത്തെ പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത്, അങ്ങനെ കണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ആദ്യം പിന്നീട് ഒരു സെക്കൻഡ് സ്റ്റെപ്പായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അവരുമായിട്ട് നല്ലൊരു പരിചയം, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ ഫസ്റ്റ് ടൈമിൽ അവർ നിങ്ങളെ നോക്കുന്നുണ്ടാകില്ല, ഒട്ടും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാകില്ല, നോക്കുന്നുണ്ടാവില്ല, ചിരിക്കുന്നുണ്ടാകില്ല, ഒന്നും തന്നെ ചെയ്യുന്നുണ്ടാകില്ല. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തുടങ്ങേണ്ടത് നിങ്ങളായിരിക്കണം. നിങ്ങൾ അവരെ പതിയെ നോക്കാനും അതുപോലെ തന്നെ അവർ തിരിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് ചിരിക്കാനും വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ പതിയെ ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാനും നിങ്ങളോട് ചിരിക്കാനും അത് പതിയെ ഒരു സംസാരം തുടങ്ങാനൊക്കെ ഒരു ചാൻസ് ഒരുപാടാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കിടയിൽ നല്ലൊരു പരിചയം, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട ഒരു കാര്യം. മൂന്നാമതായി ഏതൊരു പ്രണയത്തിലും പിന്നീട് നമ്മൾ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രണയം തുറന്നു പറയുന്നതിന് മുൻപ്, നിങ്ങളുടെ പ്രണയത്തെ അവർ തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള, പ്രണയം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവർക്ക് മറ്റാരോടും ഒരു തരത്തിലുള്ള ലവ് അഫെയറോ കാര്യങ്ങളോ അവർക്ക് ഉണ്ടാകില്ല അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി അതല്ല, അവർക്ക് മുൻകൂട്ടി നിങ്ങൾ പ്രണയം തുറന്നു പറയുന്നതിന് മുൻപ് തന്നെ മറ്റൊരാളുമായിട്ട് അഫെയറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങളെ ഈ മനസ്സിൽ ഇഷ്ടം സൂക്ഷിച്ച് വെക്കുന്നതിലൂടെ പിന്നീട് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഒരു നഷ്ടമായി മാറുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രണയം തുറന്നു പറയുന്നതിന് മുൻപ് തന്നെ അവർക്ക് മറ്റാരുമായിട്ട് ഈ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പ്രണയം തുറന്നു പറയുക. ഇവിടെ ഈ രീതിയിലൊക്കെ പെരുമാറുന്നതിലൂടെ തന്നെ മിക്ക ഗേൾസിനും എന്താണ്, നിങ്ങൾക്ക് അവരോടുള്ളത് ഒരു പ്രണയമാണ് എന്നൊക്കെ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നുണ്ടാക്കും. ഇനി അഥവാ അവർക്ക് നിങ്ങളുടെ പ്രണയത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തോന്നിയ ഇഷ്ടം, നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള പ്രണയം അവരോട് തുറന്നു പറയാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി നിങ്ങളുടെ പ്രണയം അവരോട് നേരിട്ട് തന്നെ തുറന്നു പറയാം. ഇനി അതല്ല, നിങ്ങളുടെ പ്രണയം പതിയെ അറിഞ്ഞാൽ മതി, അങ്ങനെ ഒരു രീതിയിലാണെങ്കിലും അത് ഏത് രീതിയിലാണ് എന്നുള്ളത് തന്നെ നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്വയം തന്നെ നിങ്ങളുടെ പ്രണയം തുറന്നു പറയുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അവരെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അവർക്ക് മറ്റൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് കണ്ട് നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടാനുള്ള വഴികൾ എന്ന് പറയുന്നത്, അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാനുള്ള വഴികൾ എന്നൊക്കെ പറയുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ എല്ലാം തന്നെ നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലായി, നിങ്ങളുമായിട്ടൊരു ലവ് റിലേഷൻഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ഗേൾസിനെയൊക്കെ സംബന്ധിച്ച് പലപ്പോഴും പ്രണയമെല്ലാം ബ്രേക്കപ്പായി പോകുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയത്ത് തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയത്ത് അവരൊട്ടും തന്നെ സേഫ് അല്ല, അല്ലെങ്കിൽ അവരുടെ ഭാവി എന്ന് പറയുന്നത് അത്രത്തോളം നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തോന്നിക്കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും ഗേൾസ് അവിടെ ഒരു ബ്രേക്കപ്പ് ഒക്കെ പറയുന്നത്. ഇതല്ലാതെയും മറ്റു പല കാരണങ്ങൾ കൊണ്ട് ബ്രേക്കപ്പ് പറയുന്നവരുണ്ടായിരിക്കും. പക്ഷെ മിക്ക ബ്രേക്കപ്പുകൾ സംഭവിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവരുടെ ഫ്യൂച്ചർ അവരൊട്ടും തന്നെ സേഫ് അല്ല എന്നവർക്ക് തോന്നുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ പ്രണയവുമായി മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് അവർക്ക് എപ്പോഴും ഒരു സെക്യൂരിറ്റി ഫീലിങ്സ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അവർ അർഹിക്കുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കെയർ, സ്നേഹം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രണയത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും പുരുഷന്മാരെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്കൊരു പ്രണയം സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഞാനുമായി അടുക്കണം, അതുമായി മുന്നോട്ട് പോകണം എന്ന് മാത്രമായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. ഒരിക്കലും ഒരു ഫ്യൂച്ചറിനെ കുറിച്ച്, നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് അത്രത്തോളം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകില്ല, അത്രത്തോളം നിങ്ങൾ സീരിയസ്നെസ് ഒന്നും കൊടുക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് മിക്ക പ്രണയത്തിലും പെൺകുട്ടികൾ ഒരു ബ്രേക്കപ്പ് പറഞ്ഞു പോകാനുള്ള കാരണം എന്ന് പറയുന്നത്. പ്രണയിക്കുക എന്ന് പറയുന്നത് ആർക്കും സാധിക്കും
സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മറിച്ച് പ്രണയം തുടങ്ങി അത് നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോഴാണ് അതൊരു സക്സസ് ലൈഫിലേക്ക് നമുക്ക് എത്തിക്കാനും സാധിക്കും. സോ ഇത്രയാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളെ പ്രണയിക്കാനും അവരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.